മലയാളം സ്പെല്ലിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് സുഹർജ. സുഹറ എന്ന് വിളിക്കും. എൻ്റെ പ്രായം 39. എനിക്ക് 2 മക്കൾ. മൂത്തത് മകൾ +2 പഠിക്കുന്നു. ഒപ്പം എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യുന്നതിനാൽ കോട്ടയത്ത് പാലയിൽ നിന്ന് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭർത്താവ് നിസാർ ദുബായിലാണ്. 2 വർഷത്തിലൊരിക്കൽ നിസാർക്ക് വരികയുള്ളൂ. നല്ല മദ്യപാനിയായ ഇക്ക വരുമ്പോൾ 2 മാസത്തിനിടയ്ക്ക് 4-5 കളി കളിച്ചാലായി. എനിക്ക് അതൊന്നും പോരായിരുന്നു. എപ്പോഴും തരിക്കുമായിരുന്നു. നല്ല സ്മാർട്ട് ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു തരിപ്പ് അനുഭവപ്പെടുമായിരുന്നു. എന്നെക്കുറിച്ച് പറയാം. ഞാൻ 39 വയസ്സാണെങ്കിലും എന്നെ കണ്ടാൽ മാക്സിമം ഒരു 34-35 വയസ്സേ തോന്നുന്നുണ്ടായിരുന്നു. എന്നെ കാണുവാൻ ഏകദേശം പറഞ്ഞാൽ സിനിമാ നടി രേഖയുടെ ഒരു കട്ടാണ്. എല്ലാവരും പറയാറുണ്ട് അങ്ങനെ. 38 സൈസ് ഫ്രണ്ടുകളും അല്പം പിന്നിലോട്ട് തള്ളിയ ബാക്കുമൊക്കെ ഉള്ള ഞാൻ എൻ്റെ ഏരിയയിലെ പലരുടെയും ഉറക്കം കളഞ്ഞിരുന്നു എന്നത് സത്യമായിരുന്നു. ഇനി കഥയിലേക്ക് വരാം. ഈ കഥയിലെ എൻ്റെ നായകൻ എൻ്റെ അനുജത്തി നൂർജഹാൻ്റെ പുയ്യാപ്പിള ഫൈസി എന്ന് വിളിക്കുന്ന ഫൈസലാണ്. അവൻ ആദ്യമായി നൂറുവിനെ പെണ്ണു കാണാൻ വന്നപ്പോൾ അന്ന് തന്നെ അവൻ അറിയാതെ ഞാൻ അറിയാതെ അവൻ എന്നെയും ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ കുടുംബ വീടിന് 2 കിലോമീറ്റർ ഇപ്പുറമാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ മോനും ഞാനും മാത്രമാണുള്ളത്. മോള് പാലയിലാണ്. മുന്നേ പറഞ്ഞല്ലോ. ആദ്യമൊക്കെ ഫൈസി വീട്ടിൽ വന്നാൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഞാനും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നില്ല. നൂറ് വീട്ടിൽ വരുമ്പോഴെല്ലാം എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. സൗദിയിൽ ഒരു ഓയിൽ കമ്പനിയിലെ എൻജിനീയർ ആയിരുന്നു ഫൈസി. വർഷത്തിൽ 2-3 തവണയായി ഏകദേശം ഒരു 3 മാസം ഫൈസി നാട്ടിൽ ഉണ്ടാകാറുണ്ട്. 3-4 മാസം കൂടുമ്പോൾ അവൻ വരുന്നതിനാൽ നൂറുവിൻ്റെ സുഖം ഒന്ന് പറഞ്ഞറിയിക്കേണ്ടതായിരുന്നു. അതിലെനിക്ക് അവരുടെ അസൂയയില്ലാതില്ലായിരുന്നു. എൻ്റെ സ്വപ്നനായകനായി ഫൈസി മാറുവാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. അതിൻ്റെ കഥ ഞാൻ പറയാം. ഞങ്ങളുടെ ഉമ്മയുടെ കുടുംബം ഒരു വലിയ കുടുംബമായിരുന്നു. ഒപ്പം സമ്പന്നമായതും പുരോഗമന ചിന്താഗതിക്കാരുമായിരുന്നു. തലയിൽ തട്ടമിടുക, TV കാണാതിരിക്കൽ, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ സജീവമായിരുന്നു. അതായിരുന്നു എല്ലാത്തിനും തുടക്കം. ഫേസ്ബുക്കിൽ ഫൈസിയും ഞാനും ഫ്രണ്ട്സായി. എങ്കിലും ആ ബന്ധം ഒരിക്കലും മറ്റൊരു രീതിയിലായിരുന്നില്ല. ഫൈസി സ്ത്രീയുടെ പേരിൽ ഒരു കള്ള അക്കൗണ്ട് ഉണ്ടാക്കി എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. പിന്നെ നല്ല ചൂടൻ മെസ്സേജുകളും വീഡിയോകളും ഫോട്ടോസൊക്കെ വന്നു തുടങ്ങി. ഞാനത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും പുറമേ കാണിച്ചിരുന്നില്ല. 3-4 മാസം എനിക്ക് കള്ള ഐഡിയിലൂടെ ഫൈസി മെസ്സേജ് അയച്ചപ്പോൾ ഞാനൊരു സിമ്പിൾ അയച്ചു. അത് അവന് ധൈര്യമായി. പിന്നെ അവൻ്റെ കള്ള ഐഡിയിൽ നിന്നും പല വീഡിയോകളുടെ ചാകരകളായിരുന്നു. ഞാൻ മോനുറങ്ങിയ ശേഷവും അവൻ ഇല്ലാത്തപ്പോഴും അത് കണ്ട് ആസ്വദിച്ചു. എൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവൻ എന്നെ വളയ്ക്കാനായി സ്വന്തം വാട്സപ്പിൽ നിന്ന് മെസ്സേജുകൾ അയച്ചു തുടങ്ങി. ആദ്യം ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുമായിരുന്നു. പിന്നെ അല്പം കോമഡികൾ അയച്ചു തുടങ്ങി. ഒരു ദിവസം 3-4 മലയാളം കഥകൾ അവൻ എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് മാറിപ്പോയി ഇത്ത സോറി എന്നൊക്കെ പറഞ്ഞ് ഇത് മാറും അറിയാതെന്നും മറ്റും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനും നീയും തമ്മിലുള്ള ചാറ്റ് ഞാൻ മറ്റൊരാൾ അറിയില്ലെന്ന്. അതവന് കൂടുതൽ ധൈര്യം നൽകി. ഞാൻ അവനിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷേ ചമ്മൽ കൊണ്ടോ പേടി കൊണ്ടോ അവൻ കൂടുതൽ കഥകൾ അയച്ചില്ല. ഞാൻ തന്നെ മുൻകൈ എടുക്കാൻ തീരുമാനിച്ചു. ഞാനൊരു 80% നഗ്നമായി ഒരു കപ്പിളിൻ്റെ ഫോട്ടോ അവൻ അയച്ചു. അല്പം കഴിഞ്ഞ് അവൻ നല്ല വീഡിയോകളും കഥകളും വന്നു തുടങ്ങി. എൻ്റെ ഭാവനകളിൽ ഫൈസിയുടെ മുഖം മാത്രമായി. എന്നിൽ നിന്നും പുറന്തള്ളുന്ന എല്ലാത്തിനും ഫൈസി മാത്രമായിരുന്നു. ആ ഇടയ്ക്ക് നിസാരിക്ക വന്നു. നിസാരിക്കയുടെ പണികളിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നിസാരിക്കയുടെ ഒന്നിൽ തന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ മനസ്സിൽ ഫൈസിയായിരുന്നു. നിസാരിക്ക പോയ ശേഷം അവൻ വീണ്ടും മെസ്സേജുകൾ അയച്ചു തുടങ്ങി. എൻ്റെ പ്രോത്സാഹനം അവന് കൂടുതൽ ധൈര്യം നൽകി. എനിക്കിഷ്ടപ്പെട്ടതും എല്ലാം അവൻ സാധിച്ചു തന്നു. ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന്. അവൻ്റെ മറുപടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതാണ് ചേച്ചിയുടെ അനുജത്തിക്ക് എന്നും ചെയ്തു കൊടുക്കുന്നതെന്നും പറഞ്ഞു. അവൻ ചോദിച്ചു, നിസാരിക്ക ചെയ്യലില്ലേ എന്ന്. ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ ഈ സുഖം അനുഭവിച്ചാൽ പിന്നെ ഇതില്ലാതെ പറ്റില്ല എന്ന്. അങ്ങനെ ഞാനും അവനുമായി ചാറ്റുകൾ കൊടുത്തു. പക്ഷേ ഞങ്ങൾ 2 പേരും പരസ്പരം ഇണചേരുവാൻ ആഗ്രഹിച്ചു. എങ്കിലും തുറന്നു പറയാൻ 2 പേർക്കും ധൈര്യമില്ലായിരുന്നു. ഒരു ദിവസം അവനൊരു വീഡിയോ അയച്ചപ്പോൾ അവൻ അവൻ്റെ സാധനത്തിൻ്റെ ഒരു ഫോട്ടോയും കൂടി അയച്ചു തന്നു. ഞാനപ്പോൾ അവനോട് ചോദിച്ചു, ഇത് ഇയാളുടേതാണോ എന്ന്. അപ്പോൾ അവൻ മൗനം പാലിച്ചു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി അത് അവൻ്റെ ആണെന്ന്. സുന്ദരമായി അവൻ്റെ കണ്ടപ്പോൾ എൻ്റെ വായിൽ വെള്ളം മുറി. എന്നിൽ എന്തെന്നില്ലാത്ത ആവേശം ഉണ്ടായി. ഞാനപ്പോൾ ഒറ്റയ്ക്ക് സുഖിക്കാൻ തുടങ്ങി. പിന്നെ
എൻ്റെ മനസ്സിൽ ഫൈസി മാത്രമായിരുന്നു. അവനോട് പലതും തുറന്ന് പറയുവാൻ മനസ്സിൽ പേടിയും ലജ്ജയും സമ്മതിച്ചില്ല. എൻ്റെ വാട്സപ്പിൽ ഓരോ മെസ്സേജ് വരുമ്പോൾ ഞാൻ ആവേശത്തോടെ നോക്കി, അത് ഫൈസിയുടേതായിരിക്കണമേ എന്ന്. എന്നേക്കാൾ 8 വയസ്സിന് ഇളവനായ അവൻ എൻ്റെ എല്ലാമായി മാറിയിരുന്നു അപ്പോഴേക്കും. ഇനി പിന്നീട് അവൻ പറഞ്ഞ ചില സംഭവങ്ങളാണ്, അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. സുഹറ ഇത്ത എൻ്റെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ എൻ്റെ ഒരു വികാരമായി മാറിയിരുന്നു. ഇത്തയെ ഒരിക്കലെങ്കിലും കളിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇത്തയുടെ വിടർന്ന ബാക്കുകളും തെറിച്ചു നിൽക്കുന്ന ഫ്രണ്ടുകളും എൻ്റെ വീക്ക്നെസ്സായിരുന്നു. ഒരു സത്യം പറയാം, 35-45 ഇടയുള്ള ചേച്ചിമാർ ഒരു വീക്ക്നെസ്സായിരുന്നു. അവരാകുമ്പോൾ സേഫുമാണ്, നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്യും. ചെറുപ്പക്കാരികൾക്ക് പലതിനും മറപ്പായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് കള്ള ഐഡിയയിലൂടെ ചേച്ചിയുടെ മനസ്സറിഞ്ഞത്. ചേച്ചിക്ക് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ എൻ്റെ ഐഡിയയായി ശ്രമം തുടങ്ങി. കഥ അയച്ച് കൊടുത്തു നോക്കി. അതിൽ ഇത്തേക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതോടെ എൻ്റെ പ്ലാൻ വർക്കൗട്ട് ആകുന്നതിനായി എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുകയാണ് ഇത്ത എനിക്ക് ഫോട്ടോ അയച്ചു തന്നത്. പിന്നെ ഞാൻ അതിൽ പിടിച്ച് കയറുവാൻ തീരുമാനിച്ചു. ഞാൻ ഇത്തേക്ക് വീഡിയോകളും കഥകളും അയച്ചു കൊടുത്തു. ഇത്തേക്ക് അതൊക്കെ ഒരു പാടിഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഇത്ത എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും കഥയിലേക്ക് വരാം, സുഹറയുടെ വാക്കുകളിലൂടെ. ആ ഇടയ്ക്കാണ് ഫൈസി നാട്ടിൽ വന്നത്. അവനും നൂറും ഉമ്മയും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരം നന്നായി വിറയ്ക്കുവാൻ തുടങ്ങി. മുൻ പ്രാവശ്യത്തെ പോലെ അല്ലായിരുന്നു ഇപ്പോൾ അവൻ എൻ്റെ ആരെല്ലാമോ ആയി മാറി കഴിഞ്ഞിരുന്നല്ലോ. ഉമ്മയും നൂറും കാണാതെ ഞാൻ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഞാൻ ചായ കൊടുക്കുവാൻ പോകുമ്പോൾ അവൻ അറിയാത്ത ഭാഗത്തിൽ എൻ്റെ വിരലിൽ തട്ടി. എനിക്കപ്പോൾ ഇറത്തടിച്ച അവസ്ഥയായിരുന്നു. അപ്പോഴേക്കും എന്തൊക്കെയോ വികാരങ്ങൾ അവിടെ ഉറപൊട്ടി ഒഴുകാൻ തുടങ്ങി. പിന്നെ അവർ പോയ ശേഷം ഞാൻ രാത്രി അവനെയും ഓർത്ത് സ്വന്തം അങ്ങ് സുഖിച്ചു. എൻ്റെ മനസ്സിൽ അവനൊപ്പം ഒരു പ്രാവശ്യമെങ്കിലും ബന്ധപ്പെടണമെന്ന ശക്തമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒന്നിനും എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ കെട്ടി നിർത്തുകയായിരുന്നു. എന്നെ കണ്ടതിൻ്റെ പിറ്റേ ദിവസം അവൻ എന്നെ വിളിച്ചു. എന്നെ കുറേ പൊക്കി പറഞ്ഞു, സുന്ദരിയാണെന്നും മറ്റും. അവൻ്റെ സംസാരത്തിൽ നിന്നും അവന് മുട്ടി നിൽക്കുകയാണെന്നും എൻ്റെ ഭാഗത്ത് നിന്നും ചെറിയൊരു സിഗ്നൽ കിട്ടിയാൽ അവൻ എന്നെ തകർക്കുമെന്നും അവൻ എൻ്റെ കസ്റ്റഡിയിലാകുമെന്നും എനിക്കുറപ്പായിരുന്നു. ധൈര്യമില്ലായ്മ മൂലം ഞാൻ ഒന്നിനും മുൻകൈ എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അവൻ പല രീതിയിലും നമ്പറുകളിട്ട് ഞാൻ ഒന്നിനും പിടികൊടുത്തില്ല. അങ്ങനെ ഇരിക്കെ ദിവസം നൂറും ഫൈസിയും കൂടി വീട്ടിൽ വന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് പോകുവാൻ നേരം ഫൈസി മനഃപൂർവ്വം മൊബൈൽ എൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി. വീട്ടിലെത്തിയ ശേഷം നൂറു എന്നെ വിളിച്ചു, ഫൈസിക്കൊരു ഫോൺ അവിടെ ഉണ്ടോ എന്ന്. ഞാൻ നോക്കിയപ്പോൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നൂറ് പറഞ്ഞു, ഫൈസിക്ക് സിനിമയ്ക്ക് പോവുകയാണ്, പോകുമ്പോൾ അവിടെ വന്ന് ഫോൺ എടുക്കുമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അപ്പോൾ കാര്യം എനിക്ക് മനസ്സിലായി. അവൻ സിനിമയ്ക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ പൊങ്ങും. അവൻ്റെ ഉദ്ദേശവും എനിക്ക് മനസ്സിലായി. എൻ്റെ മകൻ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. അവൻ വരാൻ ഇനിയും 3-4 മണിക്കൂറുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫൈസി വന്നു. അവൻ വന്നപ്പോൾ അവൻ അവൻ്റെ ഫോൺ എടുത്ത് കൊടുത്തു. അപ്പോൾ അവൻ ചോദിച്ചു, ഇത്ത എന്നെ പെട്ടെന്ന് പറഞ്ഞയക്കുവാൻ നോക്കുകയാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, കയറി വാ, നിനക്ക് സിനിമയ്ക്ക് പോകണമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കണ്ട പടമ, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തെന്ന് അവൻ പറഞ്ഞു. എനിക്ക് കുടിക്കാൻ വെള്ളം പോലും തരില്ല അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ സോറി ഫൈസി, എനിക്കത് വേണം, എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ അവൻ ചോദിച്ചു, എന്തും തരുമോ? എന്നിട്ട് ഒരു കള്ളച്ചിരി. ഞാൻ പറഞ്ഞു, കുടിക്കുവാനാണ്. അപ്പോൾ കള്ളച്ചിരിയോടെ അവൻ വീണ്ടും ചോദിച്ചു, കുടിക്കുവാൻ തന്നെ? ഞാൻ പറഞ്ഞു, ടാങ്ക് കലക്കി തരാമെന്ന്. എന്നിട്ട് ഞാൻ കിച്ചണിൽ പോയി. അപ്പോൾ അവൻ പിന്നാലെ വന്ന് കിച്ചണിൽ ഞാൻ വെള്ളം കൊടുത്തപ്പോൾ കുടിച്ചിട്ട് അവൻ പറഞ്ഞു, ഇത്തിരി വെള്ളം നല്ല ടേസ്റ്റാണെന്ന്. എന്നിട്ടൊരു കള്ളച്ചിരി. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, അത് ഈ ടാങ്കിൻ്റെ ആണടാ എന്ന്. പിന്നെ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത്തയുടെ മുഖത്ത് ഈ ചെറു മീശരോമങ്ങൾ വല്ലാത്ത ആകർഷണമാണ്. നിസ്സാർക്കയുടെ ഭാഗ്യം. പറഞ്ഞിട്ട് അവൻ എൻ്റെ ഫ്രണ്ടിലേക്കാണ് നോക്കിയത്. ഞാൻ കപട ദേഷ്യത്തോടെ പോയേ എന്ന് പറഞ്ഞു. ഇതേ സമയം ഞങ്ങൾ 2 പേരും ഇണ ചേരുവാനുള്ള മനസ്സ് വെമ്പുന്നുണ്ടായിരുന്നു. ആദ്യം തുടങ്ങുമെന്ന് സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. ഞങ്ങൾ അപ്പോഴും കിച്ചണിലായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ കയ്യിൽ മെല്ലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല നെയിൽ പോളിഷ്. ഞാനൊന്നും മിണ്ടിയില്ല. അവൻ മെല്ലെ എൻ്റെ കൈവേലുകളെ താലോലിച്ചു. ഞാൻ കപട ദേഷ്യത്തോടെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി സോറി, ബട്ട് ഐ ലവ് യു. ഞാൻ പറഞ്ഞു, ശരിയാകില്ല, നൂറും അവളെ ചതിക്കാൻ വയ്യ, വേണ്ട പോലെ സോറിടാ. അപ്പോൾ അവൻ പറഞ്ഞു, ഇതൊന്നും നൂറുവും നിസ്സാരിക്കേ അറിയില്ല, അല്പസ്നേഹം നമ്മൾ പങ്കുവയ്ക്കുന്നു. ഞാൻ പറഞ്ഞു നിന്ന എനിക്കും ഇഷ്ടമോ, ഒരുപാട് ഇഷ്ടമോ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബട്ട് അതിനപ്പുറം ശരിയാകില്ല. അപ്പോൾ അവൻ എൻ്റെ 2 തോളിലും ചേർത്ത് പിടിച്ച് അവൻ്റെ ദേഹത്തോട് ചേർത്തു. പിന്നെ ഒരു കെട്ടിപ്പിടിയായിരുന്നു. പിന്നെ അതിൽ തീർന്നു എൻ്റെ എല്ലാം. പിന്നെ ഞങ്ങൾ അവിടെ പരസ്പരം സുഖിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചിൽ